അഭിലാഷ്, അങ്ങനെ വോട്ടെടുപ്പ് 6-ാം മണിക്കൂറിലേക്കാണ് കടന്നിരിക്കുന്നത് അല്ലേ? ചടുലമായ രീതിയിൽ തന്നെ ജനങ്ങൾ പ്രതികരിക്കുന്നുണ്ടായിരുന്നു. ഉച്ചവരെ, ഇനി ഉച്ചയ്ക്ക് ശേഷമുള്ള സ്ഥിതി പൊതുവെ നമുക്കറിയാം, ഉച്ചയ്ക്ക് ഒരു മന്ദഗതിയൊക്കെ കാണിക്കാറുണ്ട് എന്നുള്ളതാണ്. ഇപ്പോഴും നീണ്ട നിര ഉള്ള ബൂത്തുകളുണ്ട്. വൈകുന്നേരം 6 മണി വരെ വോട്ട് രേഖപ്പെടുത്താം. ഇപ്പോൾ ചേലക്കരയിൽ 42.8% പേർ വോട്ട് ചെയ്തിരിക്കുന്നു. വയനാട്ടിൽ 38.99% പേരാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ തിരുവമ്പാടിയിൽ നിന്ന് മുഹമ്മദ് ഷഹീദാണുള്ളത്. ഷഹീദ്, തിരുവമ്പാടി മണ്ഡലം കോഴിക്കോട് ജില്ലയിലെ വയനാട് ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ള മണ്ഡലമാണ്. തിരുവമ്പാടിയിൽ വലിയ പോളിംഗ് ഇതിനോടകം തന്നെ ഉണ്ടോ? എന്താണ് കാഴ്ചകൾ? അഭിലാഷ്, നമുക്ക് തിരുവമ്പാടിയിൽ നിന്ന് നോക്കുമ്പോൾ ഈ നിലവിൽ ഇപ്പോൾ 12 വരെയുള്ള കണക്ക് വന്ന സമയത്ത് 36% നിലവിലെ പോളിംഗ്. അതായത് 1,86,000 ഇവിടെ ആകെ തിരുവമ്പാടി മണ്ഡലത്തിലെ നിയോജക മണ്ഡലത്തിലെ വോട്ടർമാരുള്ളത്. അതിൽ 66,000 പേർ മാത്രമേ ഇതുവരെ വോട്ട് ചെയ്തിട്ടുള്ളൂ. അതായത് 36% ആണ് ഇതുവരെ ഉണ്ടായിരിക്കുന്ന പോളിംഗ് എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം ഇത് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് അല്പം കുറവാണ് എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ ഈ സമയത്ത് 12:30 ഈ സമയം 1 മണിയോട് എടുക്കുമ്പോൾ 40%-ത്തിലധികം കടന്ന് 42-43% ഒക്കെ ആയിരുന്നതാണ്. ഇവിടെയുള്ള സാധാരണ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരോടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോഴും ആ രീതിയിൽ കഴിഞ്ഞ തവണത്തെ ആളുകൾ എത്തിയതുപോലെ വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നില്ല എന്നുള്ള അഭിപ്രായം അവരും ഇപ്പോൾ നമ്മോട് പങ്കുവെക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ തിരുവമ്പാടി സേക്രഡ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പോളിംഗ് ബൂത്തിൽ ഇപ്പോൾ ഒരു വരി നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ അല്പസമയം മുമ്പ് അവിടെ വോട്ടിംഗ് മെഷീൻ അല്പം തകരാറിലായിരുന്നു. അതുകൊണ്ടാണ് ഈ വരി കൂടുതൽ, ഈ അല്പമെങ്കിലും വരി ഇപ്പോൾ ഇവിടെ കാണുന്നത്. വോട്ടർമാരുണ്ട്. തിരക്കുണ്ടോ വോട്ട് ചെയ്യാൻ? കഴിഞ്ഞ തവണയൊക്കെ ഇങ്ങനെ തന്നെയായിരുന്നു ആളുകൾ. പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നതിന് തടസ്സമുണ്ടോ ആളുകൾ? ഉണ്ടെന്ന് തോന്നുന്നില്ല. രാവിലെയൊക്കെ അല്പം തിരക്ക് കുറവായി. സമയമുണ്ടല്ലോ ഇനിയും. രാവിലെ തിരക്ക് കുറവ്. ഇവിടെ മിഷൻ കേടായിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ ഇത്രയും തിരക്ക് ഉണ്ടാകാൻ കാരണം. ഓക്കെ, ആളുകൾ നമ്മോട് പങ്കുവെക്കുന്നത് അഭിലാഷ് പറഞ്ഞതുപോലെ തന്നെ വലിയ തോതിലുള്ള ആളുകൾ കുറവില്ല. പക്ഷേ നമ്മൾ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരോടും ഈ ബൂത്ത് ഏജന്റുമാരോടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോഴും അവർ പറയുന്നത്, അവർക്കൊരു ചെറിയൊരു ആശങ്ക അവർ പ്രകടിപ്പിക്കുന്നത്, ആ രീതിയിൽ കഴിഞ്ഞ തവണത്തെ കണ്ടതുപോലെയുള്ള ആളുകളുടെ വലിയ ക്യൂ ഇപ്പോൾ ഇവിടെ കാണുന്നില്ല. ശതമാനത്തിലും ആ തരത്തിലുള്ള കുറവുണ്ട്. പക്ഷേ അത് വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും അത് മറികടക്കും, അല്ലെങ്കിൽ ആ തരത്തിൽ ഉണ്ടാകുമെന്നാണ് ആളുകൾ നമ്മളോട് പറയുന്നത്, രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരൊക്കെ പറയുന്നത്. കഴിഞ്ഞ തവണ 74% തിരുവമ്പാടി നിയോജക മണ്ഡലത്തിലെ പോളിംഗ് ശതമാനം ഉണ്ടായിരുന്നത്. തിരുവമ്പാടി നിയോജക മണ്ഡലത്തിൽ മാത്രം കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചത് 46,000-ത്തിലധികം വോട്ടുകളുടെ ലീഡ് ലഭിച്ചിരുന്നു. ആ തരത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ക്യാമ്പയിൻ സമയത്തൊക്കെ ചർച്ച ചെയ്തതുപോലെ UDF അവകാശപ്പെടുന്നത് വലിയ ലീഡിലേക്ക് പോകും എന്നുള്ളതാണ്. ആ അവകാശവാദം ഫലവത്താക്കണമെങ്കിൽ വോട്ടിംഗ് ശതമാനത്തിൽ വലിയ വർധനവുണ്ടാകേണ്ടതുണ്ട്. പക്ഷേ ആ തരത്തിലുള്ള പോളിംഗ് ശതമാനത്തിലേക്ക് നിലവിലിപ്പോൾ ഉണ്ടാവുന്നില്ല എന്നൊരു ആശങ്ക രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർക്കുണ്ട്. പക്ഷേ അത് നമുക്ക് ഇനിയും സമയമുണ്ട്. അപ്പോഴേക്കും ഉച്ചതിരിഞ്ഞ് കൂടുതൽ ആളുകൾ ഒരുപക്ഷെ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്താനുള്ള സാധ്യത നിലനിൽക്കുന്നത്. മറ്റ് തടസ്സങ്ങളൊന്നുമില്ലാതെ തിരുവമ്പാടിയിൽ ഇപ്പോൾ പോളിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില 1-2 ബൂത്തുകളിൽ, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ബൂത്തിൽ ഉൾപ്പെടെയുള്ള ചില സ്ഥലങ്ങളിൽ ഇടയ്ക്ക് പോളിംഗ് യന്ത്രം തകരാറുണ്ടായിരുന്നു. പക്ഷേ അത് പിന്നീട് പരിഹരിക്കപ്പെട്ടു, സുഗമമായി നടക്കുന്നു. അതിനിടയിൽ ഇവിടെ മുക്കം നീലേശ്വരം ഹയർ സെക്കൻഡറി സ്കൂളിൽ അവിടുത്തെ UDF സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധി വന്ന് സന്ദർശനം നടത്തുന്ന സാഹചര്യം ഉണ്ടായി. 1-2 ബൂത്തുകളിൽ അവർ വന്ന് കയറി അവർ മണ്ഡലത്തിൽ നിന്നും തിരിച്ചു പോവുകയും ചെയ്തു. ആ രീതിയിൽ തിരുവമ്പാടി നിയോജകമണ്ഡലത്തിൽ, പ്രത്യേകിച്ചും വയനാടിൻ്റെ ഭാഗമായ തിരുവമ്പാടിയിൽ പോളിംഗ് പുരോഗമിക്കുകയാണ്. ഷഹീദ് സൂചിപ്പിച്ചതുപോലെ അഭിലാഷ്, Tiruvampadiയിൽ ഇപ്പോൾ 42% രേഖപ്പെടുത്തിയ മണ്ഡലത്തിലെ സ്ഥിതിയാണ്. അവിടെ ഒരു മന്ദത ഇപ്പോൾ കാണുന്നു എന്നുള്ളതാണ്. ബാക്കി നമ്മൾ നോക്കുമ്പോൾ മാനന്തവാടി, മറ്റേ സുൽത്താൻ ബത്തേരിയും കൽപ്പറ്റയൊക്കെ നോക്കുമ്പോൾ ശരാശരി കുറഞ്ഞ പോളിംഗ് ആണ്. ഞാൻ വയനാട് 3 ദിവസം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം, ആളുകൾക്ക് വലിയ താല്പര്യമില്ല. കാരണം ഉപതെരഞ്ഞെടുപ്പാണ്, അവർ പൊതു തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത് കഴിഞ്ഞു. ഇത് വിജയവും പരാജയവും പ്രിയങ്കയാണ്. അതെ, പക്ഷെ വിജയവും പരാജയവും ഒരു തരത്തിലും ഏതെങ്കിലും തരത്തിൽ ആകാംക്ഷ ഉണർത്തുന്ന മണ്ഡലമല്ല, വാശിയേറിയ മത്സരമല്ല. പ്രത്യേകിച്ച് LDF-ഉം BJP-യും ഒക്കെ ഭൂരിപക്ഷത്തിലുള്ള കണ്ടുവെച്ചുള്ള ഒരു മത്സരം മാത്രമാണ്. എന്ന് മാത്രമല്ല LDF-ഉം BJP-യും ഒക്കെ ഒരു ചടങ്ങ് മത്സരം എന്നുള്ള നിലയിൽ മത്സരിക്കുന്നു. സത്യം പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് ദിവസം പറയാമോ ഇല്ലയോ എന്നുള്ളത് വേറെ വിഷയമാണ്. എങ്കിൽ പോലും വലിയ ഉത്സാഹമൊന്നും ജനങ്ങളിൽ കണ്ടില്ല. അവരവരുടെ ജീവിത പ്രശ്നങ്ങളാണ് കുറച്ചുകൂടി മൂർത്തമായി ഉന്നയിച്ചത്. അപ്പോൾ ഈ പുറത്തൊക്കെ ഉള്ള ആളുകളുണ്ടല്ലോ, അതായത് ബാംഗ്ലൂർ പഠിക്കുന്നവർ, അല്ലെങ്കിൽ വിദേശത്ത് ജോലിയുള്ളവർ, അവരെ അത് അനിവാര്യമായി ഇന്ന് തിരിച്ചു സാധാരണ മണ്ഡലങ്ങളിലൊക്കെ ആണെങ്കിൽ ഗൾഫിൽ നിന്ന് ആളുകളെ കൊണ്ടുവരും. എന്ന് മാത്രമല്ല ഇന്നിപ്പോ സംസ്ഥാന വ്യാപകമായ അവധിയല്ലല്ലോ. അപ്പോൾ ഈ ജോലിയൊക്കെ പഠനങ്ങൾ കളഞ്ഞിട്ട് പോവുക, അതൊക്കെ ഉണ്ടാവുന്നില്ല എന്നുള്ളത് നമുക്ക് അങ്ങനെ ആ നിലയ്ക്ക് അതിനെ കാണേണ്ടി വരും.